ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കൊടകിൽ നിന്നും ഇഞ്ചിയുമായിട്ട് നമ്മുടെ അമൃതസറിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ ഷിർദിക്കടുത്താണ്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഇവിടെ നിർത്തി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇനി സമയം കളയാൻ നമുക്ക് പോകാം. ഒട്ടുമില്ല സമയം കളയാൻ. ഏത്തപ്പഴമൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിച്ചാൽ മതി. കുളിക്കാനൊക്കെ പോയി ഇച്ചിരി സമയം പോയില്ലേ. രണ്ട് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചേ അങ്ങനെ ആക്കാം. അതെ, ഞാൻ പറയാൻ തുടങ്ങായിരുന്നു ഒരു ഗ്ലാസ് പാലിന്റെ കുറവും കൂടെ ഉണ്ടെന്ന്. അതോടെ എന്നാ പിന്നെ ഉച്ചവരെ കുഴപ്പമില്ലായിരുന്നു. അന്നേരം കിട്ടുള്ളൂ റൊട്ടിയൊക്കെ. ഇവിടെ ഇത് കിട്ടുമല്ലോ, നമ്മുടെ വടാപ്പാവ് കിട്ടും. വടാപ്പാവ് മേടിച്ചു കഴിച്ചാലോ. ക്യാമറാമാനെ കടയിലെ ഫുഡ് ഒന്നും പിടിക്കുന്നില്ല. അതെന്നാന്നറിയോ, പണ്ടൊക്കെ കടയിൽ നിന്ന് തന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല. മനസ്സിലായില്ലേ എന്റെ വില മനസ്സിലായോ? റോഡ് പണി എഴഞ്ഞെഴഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മുടെ റൂട്ട് പറഞ്ഞില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ റൂട്ട് ഷിർഡി, യൗള, ചന്ദ്വാട്, മാലഗാവ്, പിന്നെ മാലഗാവിന്ന് പിന്നെ നമ്മള് ദുലൈ അങ്ങനെ അങ്ങ് പോകും. ദുലൈ കഴിഞ്ഞ് ഷിർപൂര്, സേന്ദുവ അങ്ങനെ അങ്ങ് പോകും. നമ്മുടെ അതന്നെ. അപ്പം ഇനിയിപ്പോഴേ ഒട്ടും തന്നെ സമയമില്ല. അതുകൊണ്ട് വണ്ടി പറന്ന് നിൽക്കണം. രാവിലെ വെളുപ്പിനെ ഒരു വണ്ടി അവിടെ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ആണോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയായിരുന്നു. നിങ്ങൾ പറയുന്ന കേട്ടോണ്ട് നോക്കിയായിരുന്നു. കരിമ്പിന്റെ സീസണൊക്കെ കഴിയാറായെന്ന് തോന്നുന്നു. രാവിലെ ആർക്കും നാടൻ ചായയും വേണ്ട. രാവിലെ ചായയൊക്കെ കുടിക്കാൻ നിന്നാലേ ഈ ഇഞ്ചി സമയത്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റിയല്ല. അതെ, ഇപ്പൊ തന്നെ ഇച്ചിരി സമയം പോയി, താമസിച്ചാ പോകുന്നത്. നിലവിൽ അതെ, നമ്മളിപ്പം വൈകിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ നമ്മുടെ ഇന്നലെ പമ്പിൽ കയറി ഒരു മണിക്കൂറോളം അവിടെ പോയി ഉടക്ക് വെച്ച്. നമ്മളിപ്പം ദുലൈ കഴിഞ്ഞ പിന്നെ ചേന്തോ കഴിഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി തിരക്കുമില്ല, ഒരു വഴിയും വലിയ കുഴപ്പമില്ല. അന്നേരം വണ്ടി ഓടിയെത്തും. അതെ, ബുള്ളറ്റ് ട്രെയിനൊക്കെ അതെ എക്സ്പ്രസ് ലോഡ് ആയതുകൊണ്ടേ നമ്മൾ ഒരിടത്തും ഇറങ്ങി വീഡിയോ എടുത്തില്ല. അതാണ്. അതുകൊണ്ട് വീഡിയോയിൽ അധികം കാഴ്ചകളൊന്നും കാണുകയല്ല. നമ്മളെ മാത്രം കണ്ടോണ്ടിരിക്കേണ്ടി പ്രഷർ. അതെ. അപ്പോഴേ എങ്ങനെ രാവിലത്തെ കാര്യം എങ്ങനാ? ഒരാളതിനൊരു ഏത്തപ്പഴമൊക്കെ കഴിച്ചു. അപ്പൊ എന്നാ പഴം കഴിച്ച് ചായ കുടിക്കുന്നില്ലേ? ചായ കുടിക്കാൻ നിർത്താം. പഴം കഴിച്ച് വെള്ളം കുടിക്കാം. 15 ആഹാരം കഴിക്കാൻ നിർത്തി 1/4 മണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ ഓർഡർ കൊടുത്ത് പിന്നെ അവരുണ്ടാക്കി കുറെ സമയം എടുക്കും. ഒരു കാര്യം ചെയ്യാം, എന്നാ പഴം കഴിച്ചിട്ട് ഉച്ചക്ക് കഴിക്കാം അല്ലേ? എന്നാ ഉച്ചക്ക് കഴിച്ചേക്കാം. പിന്നെ വേണമെങ്കിൽ വടാപ്പാവ് മേടിക്കാം. ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പുറം കണ്ടില്ലായിരുന്നു. വടാപ്പാവ് മേടിച്ചാ വണ്ടിക്കകത്തിരുന്ന് കഴിക്കാമല്ലോ. ഓടിച്ചെന്ന് മേടിച്ചാൽ മതി. നീ വേണം വടാപ്പാവ് കൂടെ മേടിച്ചിട്ട് എന്നിട്ട് പഴം കഴിക്കാം. കഴിച്ചിട്ട് കിടക്കാം. വേണ്ടേ? വടാപ്പാവ് പിടിക്കല്ലേ? റൊട്ടി. അപ്പം ഇനി അവിടെ ഇതുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ. എവിടെയെങ്കിലും നിർത്തി വേണം മേടിക്കാൻ. വടാപ്പാവ് വേണ്ട പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വടാപ്പാവൊക്കെ ആവുന്നോളം തോന്നുന്നു അല്ലേ? അല്ല, വടാപ്പാവ് കാണും. ഒരു 11-12 മണിക്ക് കഴിച്ചാൽ മതി. വടാപ്പാവ് രാവിലെ ഉച്ചയ്ക്ക് 4 മണിക്കും ഒക്കെ ഇവിടെ കിട്ടും. എപ്പോഴും ഉണ്ട് അല്ലേ? അതെ, നമ്മളവിടെ പൊറോട്ടയുടെ കാര്യം പറഞ്ഞ പോലെ. പിന്നെ ഈ വടാപ്പാവ് എന്നാന്ന് വെച്ചാല് ഈ എല്ലാവർക്കും ചെറിയ പൈസ, അത് കഴിച്ചാൽ ഒരു നേരത്തെ വിശപ്പ് മാറും. ചായയും കൂടെ കുടിച്ചാൽ ചായ ഒന്നും ഇവിടെ ഉള്ളവരധികം അങ്ങനെ കുടിക്കുന്നില്ലല്ലോ. കുടിച്ചാലും തന്നെ അതെ. അല്ല, ചായ ഗ്ലാസ്സോ? ഗ്ലാസ് തന്നെ ഒരു 60 മില്ലി കാണും. അത്രേ ഉള്ളൂ. നമ്മളൊരു 3 ചായയൊക്കെ പറയാന്ന് വെച്ചോ. അപ്പൊ ഒരു 3 ചായ ഇട്ടുണ്ട്. ഞാൻ ഓർക്ക് ഇച്ചിരി ചായ എങ്ങനെയാ പാത്രത്തിന്റെ മൂട് കരിയുകയല്ലേ. എന്നിട്ട് ഒരു ചായ മേടിച്ച് ചിലപ്പോ 2-3 പേര് കുടിക്കും. അതറിയോ? അങ്ങനെയാ. കഴിഞ്ഞ ട്രിപ്പിലെ നമ്മൾ ഒരുപാട് കരിമ്പ് വണ്ടികളൊക്കെ കണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറവല്ലേ? അപ്പൊ സീസൺ തീരാറായി. റൈറ്റ് സൈഡിലെ ഇഷ്ടംപോലെ സവോള കൃഷിയുണ്ട്. അതായത് ഇവിടെ ഒക്കെ സവോളയുടെ കേന്ദ്രമാണ്. മെയിൻ ഇവിടുത്തെ സവോള എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇന്ത്യയിൽ എല്ലായിടത്തോടും പോകുന്നുണ്ട്. ഇത് മാതളനാരകം എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെയൊക്കെ. ആ ദുലൈ 170 കിലോമീറ്റർ, മന്മയുടെ 85, യവള 60. ഒരു ദർഗയാന്ന് തോന്നുന്നല്ലേ? അതെ അതെ. താഴെ നദിയിലെ വെള്ളം കണ്ടോ, ഒരുമാതിരി കരിവെള്ളം പോലെ ഉണ്ട്, ഒഴുകുന്നൊന്നുമില്ല. പഴയ റോഡായോണ്ടേ ഒരു ലെവല് പോലെ അല്ലല്ലോ. അതെന്നറിയ പാച്ച് വർക്ക് ചെയ്ത് എല്ലാം ഉണ്ടല്ലോ, ഒന്നും കുഴിയായിട്ട് നിൽക്കുക. അത് ഗോതമ്പാന്ന് തോന്നുന്നു കേട്ടോ. അത് ഈ നിൽക്കുന്നോ? ആ ഗോതമ്പാണോ? അല്ലെന്നേ, ആണോ? ഗോതമ്പാന്നാ തോന്നുന്നത്. ഇങ്ങോട്ടൊക്കെ എല്ലാ സമയത്തും കൃഷികളുണ്ടല്ലോ, ഒരു കൃഷി കഴിയുമ്പോഴേ അടുത്ത കൃഷിയാണ്. പക്ഷെ വെള്ളമുണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് തന്നെ കൃഷിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഉലുവയാന്ന് തോന്നുന്നു. ഉലുവ അതിന്റെ 2 ടയറും പോയി, ആ കരിമ്പോണ്ടിയുടെ ഓടണം അടുക്ക് തന്നെ അല്ലേ? ആ അതെന്നാ ഒരു ടയർ പഞ്ചറായിട്ട് അറിയാതെ ഓടുന്ന, അങ്ങനെ അടുത്ത ടയറൂടെ പോകുന്നത്. അതിനെ ടയർ എപ്പോഴും നോക്കണമെന്ന് പറയുന്നത്. ഒരു ടയർ പഞ്ചറായത് ഡ്രൈവർ അറിഞ്ഞു കാണുകയല്ല. അപ്പം അതിൻ്റെ കാറ്റ് പോയി കഴിയുമ്പോഴത്തേനും അടുത്ത ടയറിലേക്ക് ലോഡ് മൊത്തം വരും. അങ്ങനെ വരുമ്പോൾ ആ ടയർ പോകും. അതാണ് സംഭവിക്കുന്നത്. മറ്റേ വെള്ളമുന്തിരി കേട്ടോ, പച്ചമുന്തിരി ഇറങ്ങി കാണാനുള്ള സമയമില്ല. ഇവിടെ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടല്ലോ. അതെ, മഹാരാഷ്ട്രയിൽ നിന്ന് ആ ചെറിയ മുന്തിരി വരുന്നത്, പച്ചമുന്തിരി. നല്ല മധുരമാണ്, നല്ല മധുര. ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യുന്ന പോലെ വേണം ഓരോ വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ. അതെ, കാറ് വണ്ടിയായിരുന്നു, കാറ് കൊണ്ടുപോയിരുന്ന വണ്ടിയായിരുന്നു. ഇതും നിർത്തിയത് ടോളാ. ഇതൊക്കെ ഒരുപാട് നാളായത് ഈ റോഡ്. ഇപ്പം ഇതൊക്കെ പുതിയ റോഡ് വരുമായിരിക്കും, അന്നേരം പുതിയ ടോളും ഉണ്ടാവും. ഷിർഡിയിലേക്ക് പോകുന്ന ആൾക്കാരാ കേട്ടോ. പാട്ടൊക്കെ പാടിയാ പോകുന്നത് കേട്ടോ. അതെ അതെ, കണ്ടോ 2 സ്റ്റെപ്പായിട്ടാ തട്ടുവിട്ടേക്ക. ഇവർക്ക് ഈ പിക്കപ്പേ പോകാതെ ശരിക്കും ഒരു വണ്ടി വിളിച്ച് പോകത്തില്ല അല്ലേ? ഇവിടെ എല്ലാവരും എല്ലാം ഈ ട്രാക്ടറും പിക്കപ്പും ഒക്കെ ആയിരിക്കുന്നത് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് തീർത്ഥാടനം പോവാണ്. അതെ, അത് ഷിർഡി ടൗണിലേക്കാ. ഹെവി വെഹിക്കിൾസ് നോ എൻട്രി. ലെഫ്റ്റിലേക്ക് പോട്ടെ. അവരെല്ലാം കൂടെ നോക്കുന്നത്. നമ്മളെ പണ്ടൊരു പ്രാവശ്യം വന്നപ്പോ ഷിർഡി ടൗണിൽ കൂടെ അമ്പലത്തിന്റെ ആ ഫ്രണ്ടിൽ കൂടെ അതിലേ പോയ, അത് 2 വർഷം മുന്നേ. അപ്പം ഇന്നൊക്കെ തിരക്കുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബൈപ്പാസ് ആയിരിക്കും ഇത്. ഇത് നല്ലോണം ആക്കിയിട്ട് ഇപ്പം നോ എൻട്രി ആക്കി വണ്ടിക്ക്. ലോറിയും ബസ്സിനും ഇല്ലെന്ന് തോന്നുന്നു. ഹെവി വെഹിക്കിൾസ് എന്ന് പറഞ്ഞത് ഒരു വണ്ടിക്കും ഇല്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഈ അമ്പലത്തില് ഈ ഉത്സവം അങ്ങനെ എന്തെങ്കിലും പരിപാടി കാണും ക്ഷേത്രത്തില്, അതുകൊണ്ടായിരിക്കും വല്ല വണ്ടി കയറ്റിവിടാത്തത്. ചിലപ്പോൾ അങ്ങനെ ആവാം. ഇവിടെ 4 ലൈനൊക്കെ കുറച്ച് ദൂരം ഉള്ളായിരുന്നു കേട്ടോ. 1/2 കിലോമീറ്റർ ഉള്ളായിരുന്നു അവിടെ. ഇതെല്ലാം ചോളോ അല്ലേ? അതെല്ലാം ചോളോ. നമ്മളിപ്പം ഷിർദിയിലെ സായിബാബ ക്ഷേത്രത്തിന്റെ ഏകദേശം അടുത്തൂടെ പോകുന്നത് അല്ലേ? ബൈപ്പാസിലാ, അതിനടുത്തൂടെ തന്നെയാ പോകുന്നത്, വലിയ ദൂരം ഇല്ല. പല പ്രാവശ്യം ഇതിലെ വരുമ്പം പറയും അവിടെ കയറണമെന്നൊക്കെ. തവണയും നടന്നില്ല. ഇന്ന് എക്സ്പ്രസ് ലോഡ് കൊണ്ട് വന്നുകൊണ്ട് ആ പ്രദേശത്തോട്ടേ പോകാൻ പറ്റത്തില്ല. സായിബാബ ഹിന്ദു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും അനുഷ്ഠാനങ്ങളൊക്കെ ഒരുപോലെ നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു സന്യാസി വര്യനാണ്. ഒരുപാട് തീർത്ഥാടകരെത്തുന്ന ഒരു സ്ഥലമാണ് അല്ലേ? ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുന്നുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ തന്നെയല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും, കർണാടകയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഷിർദി സായിബാബ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഈ ലെഫ്റ്റിലേക്ക് പോകുന്നിടത്താണ് നമ്മളിപ്പോ കണ്ട അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണെന്ന്. അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് എയർപോർട്ട്, അല്ലാതെ ഇപ്പൊ ഇവിടെ അല്ലാതെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുപോലെ തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ്. വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ ചോളത്തിനൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ നല്ലപോലെ നിൽക്കുന്നത്. രാജേഷ് പോയൊക്കെ തിരിച്ചു പോയപ്പോ വീണ്ടും ആനയെ കണ്ടോ? ആനയെ കണ്ടത് ആണോ? തോൽപ്പെട്ടിയിലെ. അത് നമ്മൾ കണ്ടത്ര അത്ര അടുത്തല്ല, ഇച്ചിരി അകത്തോട്ട് നിൽക്കുന്നുണ്ടെന്ന് ഒരെണ്ണത്തിനെ കണ്ടത്. പകല് കൊമ്പനായിരുന്നോ? കൊമ്പനാണോന്ന് ചോദിച്ചില്ല. പകലായിരുന്നു, രാത്രിയിലല്ല. ആന രാത്രി കാണുമ്പോഴൊരു ഭീകരാവസ്ഥ. എന്നാന്ന് വെച്ചാ വേറെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ആ ലൈറ്റ് വെട്ടത്തിൽ മാത്രം കാണുന്നല്ലേ. ഈ എല്ലാ വീടുകളിലും 8ഉം 10ഉം പശുക്കളുണ്ട്. പശുവും ആടും എല്ലാം ഉണ്ട്. കടയൊക്കെ ഉണ്ട്. അല്ല, അങ്ങോട്ട് ഇരുന്നിട്ട് ഏതായാലും വടപ്പാവ് ഉണ്ട്, വേണേ ഓരോന്ന് മേടിച്ച് കഴിക്കാം.
ഗോതമ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഗോതമ്പ്, അതേ അപ്പുറം ചോളം, പിന്നെ ആ നിൽക്കുന്ന തന്നെ അതേ അപ്പുറം വേറെ. റോസയാന്ന് തോന്നുന്നു, റോസ അല്ലേ? ആ അതെ അതെ അതെ. നമ്മൾ അവിടുന്ന് ബൈപ്പാസ് വഴിയല്ലേ വന്നേ, അതിലെ ഷിർദി ടൗണിൽ കൂടെ വരുന്ന വഴിയത്. വന്ന് ഇറങ്ങുന്നിടേ പോലാണല്ലോ കിടക്കുന്നത്. അതെ അതെ. വഴിയെല്ലാം മോശമാണ് പറയുകയാണെങ്കിൽ. മഹാരാഷ്ട്രയുടെ ഈ ഭാഗങ്ങളെല്ലാം വഴി മോശം. ഇങ്ങോട്ടുള്ളതൊന്നും അത്ര ഒരു ഇതില്ലാത്തല്ലേ. ആ വഴി പണിയുന്നില്ല എന്നാണോ വേണ്ട. ഷിർദി സാഹിബ അവിടെ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? മുന്തിരി, ചിക്കൂസ്, ആത്തപ്പഴം, പേരയ്ക്ക. ആ സാധനം എല്ലാം ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ്. ഹൈവേ ഇങ്ങനെ പണിത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഒരുപാട് നാളായിട്ട് പണിയൊന്നും നടക്കാതെ ഇങ്ങനെ നിർത്തിയേക്കാണല്ലോ. ഇത് ഫ്ലൈ ഓവറാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷെ അത് പണി തീർന്നിട്ടില്ല, പകുതിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ എല്ലാം പുതിയ ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്. അതെ അതെ, വഴിപണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, എല്ലാം കോരി മാറ്റുക, 4 ലൈൻ പണിയാൻ വേണ്ടിയിട്ടാണ്. നല്ല തിരക്കല്ലേ. അതെന്നാ തിരക്കായിട്ടില്ല, ഇത്രയും തന്നെ തിരക്കുണ്ടായിരുന്നു. ഇത് വഴിപണി നടക്കുന്നോണ്ടേ, അതുകൊണ്ടാ. ജെയിൻ ഫുഡൊക്കെ കിട്ടൂല്ലേ? അതെ അതെ, വലിയ ഹോട്ടലാണ്. ഈ സായിബാബ മന്ദിർ കാണാൻ വരുന്നിടത്തേ അങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് താമസിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമുള്ളതാന്ന് തോന്നുന്നു അല്ലേ? ജൈന മതസ്ഥർക്ക് മാത്രമുള്ളതാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴേ ആ മോളിൽ കൂടെ പോകുന്ന ഹൈവേ ഇതല്ല, അപ്പുറം കാണുന്നത് ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാക്കിയത് ബാബാ സാഹിബ്. അതായത് നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേ ആണ്. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അതിൻ്റെ ടോൾ ബൂത്ത് അത് ആ കാണുന്നത്. ഇതാണ് ആ എക്സ്പ്രസ് വേ. ഹിന്ദു ഹൃദയ സാമ്രാട്ട്, ബാലാ സാഹിബ് താക്കറെ, മഹാരാഷ്ട്ര, സമൃദ്ധി എക്സ്പ്രസ് മഹാമാർഗ്. അതെ, സമൃദ്ധി മഹാമാർഗ്. എത്ര ഓർത്തിരിക്കണം വെച്ചാൽ പാടാ. ഇങ്ങനെയുള്ള ഈ ജംഗ്ഷനുകളിലൊന്നും ഫ്ലൈ ഓവറുകളില്ല. എനിക്കത് വേറെ ഏതെങ്കിലും ഹൈവേ വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വഴി ഇങ്ങനെ നടക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ആ പിക്കപ്പ് എത്ര പേരാന്ന് നോക്കി. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സ്പീഡ് പോരെ. ഇത് കോൺക്രീറ്റ് ചെയ്യണോ അല്ലേ? കോൺക്രീറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ടതേ ഒരു സൈഡ് പണി തീർന്നു. കോൺക്രീറ്റ് ആയതുകൊണ്ട് ഒരു സുഖമില്ല അല്ലേ? ഇപ്പുറത്തെ സൈഡ് കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്കത് ഇവിടെയൊക്കെ ഈ മണ്ണൊരു ഉറപ്പില്ലാത്ത മണ്ണാണ് ഈ മഴക്കാലത്തെല്ലാം. അതുകൊണ്ട് വഴി പോകുന്ന ഇതുപോലെ പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. ഇതേ ഗോദാവരി നദിയാ കേട്ടോ. ഗോദാവരി നദി നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യണം. വെള്ളമൊക്കെ കുറവാണ്. പുതിയ പാലം പണിയുന്നുണ്ടല്ലോ. പുതിയ പാലം പണിയുന്നുണ്ട്. അടുത്ത റോഡ് പണി പണിത് വരികയല്ലേ. വലിയ സ്പീഡിലല്ല എന്നുള്ളതല്ല, എന്നാലും വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഈ മഹാരാഷ്ട്രയിലെ റോഡുകളെല്ലാം പുതിയ പണിയുന്ന, കൂടുതലും കോൺക്രീറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം. ഇവിടുത്തെ മഴയും മണ്ണിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. അടുത്തൊരു മന്ദിര ഉണ്ട്. ഇതേപോലെ ഒരുപാട് ജംഗ്ഷനുകളുണ്ട്. ഇവിടെ എല്ലാം ഫ്ലൈ ഓവറുകളൊക്കെ ആവുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ഹൈവേ വരുമ്പം ആവും. ഫയർഫോഴ്സ് കേട്ടോ ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ ഫയർഫോഴ്സിൻ്റെ ഓഫീസാണ്. ഒരു വണ്ടിയേ ഉള്ളൂ, ഒരു വണ്ടി കിടപ്പുണ്ട് ഫയർഫോഴ്സ്. വണ്ടി അവിടെ തിരിക്കാന്ന് തോന്നുന്നു അല്ലേ? തിരിക്കുകയാണോ ഇങ്ങോട്ട് ഒതുക്കാനോ? തിരിക്കാനാണെങ്കിൽ അത് മതിയല്ലോ. അന്നേ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല, പുള്ളി തിരിക്കുന്നതുണ്ടോ? സാധാ സ്റ്റിയറിംഗാ, മാനുവൽ. പഴയ വണ്ടിയാ. ഓക്കെ, പുള്ളിയുടെ ഉള്ള ആരോഗ്യം എടുത്തിരിക്കുന്നത്. MSRTC മഹാരാഷ്ട്രയുടെ ട്രാൻസ്പോർട്ടാണ്. ദീപശിഖയൊക്കെ അതെന്നാണോ? ദുലെ 127, മന്മാട് 42, യവള 17. യവള ചെന്നിട്ട് വേറൊരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. അതെ, വടാപ്പാവ് 2-3 മേടിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ഞാൻ ഓടിക്കാം, ഇപ്പറായിരുന്നു. ഞാനവിടെ ഇന്ന് വടാപ്പാവൊക്കെ കഴിക്കാം. ഇറങ്ങി വാ. വഴിപണിയൊക്കെ നടക്കുന്നോണ്ടേ വണ്ടി അങ്ങ് ഓടി എത്തുന്നില്ല. സമയം കളയാതെ പോകണം. സമയം ഇല്ലിഞ്ഞി. അതെ, ഇപ്പൊ വടാപ്പാവ് കഴിച്ചിട്ട് വലിച്ചോട്ട് പോവാം. ഏത്തപ്പഴം കഴിച്ചോണ്ടേ ചെറിയൊരു ആശ്വാസമില്ലേ? അതെ, അല്ല വടാപ്പാവോടെ കഴിച്ചാൽ റെഡിയാവും. അത് മതി ഒരു നേരത്തെ ആകാരം. പിന്നെ നമുക്കിനി ചായ എണീറ്റിട്ടേ എന്നിട്ട് വല്ലതും കഴിക്കാം. ഈ മരങ്ങൾ നിൽക്കുന്നതാണ് നല്ല രസമല്ലേ? ഈ മുള്ളുള്ള മരമില്ലേ, ഇതല്ലേ ഈ ഒട്ടകമൊക്കെ തിന്നുന്നല്ലേ അതിൻ്റെ ഇല? അതാണോ ഇത്?
ഇടയ്ക്കൂടെ ഉണ്ട് കൂട്ട്. പുതിയ ജെയ്സ് പോകുന്നുണ്ടല്ലോ. മിനി ബസ്സിന്റെ ജെയ്സാ. ടാറ്റയുടെ ആയിരിക്കും. 2 എണ്ണം ഉണ്ട്. ടാറ്റയുടെ ഫാക്ടറി പൂനെയിലാ ഉള്ളത്. പൂനെന്ന് പോകുന്നതായിരിക്കും ഇത്. അയ്യോ നല്ല ഇടിയാ കേട്ടോ ഇടിച്ചേക്കുന്നത്. ട്രാക്ടറിന്റെ പുറയിലല്ല, ഇത് വേറെ വണ്ടിയുടെ പുറയിൽ ഇടിച്ചാ. ഇതാ ഈ ബമ്പ് കൊണ്ട് ഉണ്ടാകുന്ന അപകടം കണ്ടോ. മുന്നിലത്തെ വണ്ടി ബമ്പ് ചവിട്ടി, ഈ വണ്ടിക്കാരൻ കണ്ടില്ല, പുറകിൽ പോയി ഇടിച്ചു. കഴിഞ്ഞ ദിവസം നല്ല ഇടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ട്രെയിലർ ഇടിച്ചില്ലേ നമ്മൾ കണ്ടില്ല, അതെല്ലാം ഇതുപോലെ സംഭവിക്കുന്നതാണ്. അല്ല അതെങ്ങനെ ഈ വഴി മുഴുവനും പമ്പല്ലേ അല്ലേ? മൊത്തം പമ്പാ. ആ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ എല്ലാം ഹമ്മ ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു രക്ഷയില്ല. വണ്ടി ചെറുവണ്ടിക്കാർ ഈ വലിയ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടായി. ഇപ്പൊ നമ്മൾ ഈ ബമ്പേ തന്നെ അങ്ങനെ ഉണ്ടായ എത്ര അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ, ഇതൊക്കെ ഇനിയും നല്ല ഹൈവേകളൊക്കെ വന്ന് അന്നേരം മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കുറയുള്ളൂ. ഈ 4 ലൈൻ റോഡുകൾ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ കുറവുണ്ട്. തണുപ്പിനുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ തണുപ്പൊക്കെ കഴിയാറായല്ലോ. നമ്മളെ കഴിഞ്ഞ ട്രിപ്പ് വന്നതിലും തണുപ്പ് നല്ലപോലെ കുറവുണ്ട് കേട്ടോ. അത്ര തണുപ്പില്ല, അങ്ങോട്ടൊക്കെ തണുപ്പ് കുറവായിരിക്കും. ഈ വഴിയെ കൂടെ ടോള് 330 രൂപയാണ്. അതിനുള്ള വഴി ഉണ്ടായിരുന്നെങ്കിൽ. അല്ലല്ല 330 അല്ല, 500 രൂപ കേട്ടോ. 500 രൂപയാന്ന് തോന്നുന്നു. അതെ, 3 ആക്സിൽ വരെയാ 330. നമ്മുടെ 500 രൂപ. എങ്ങനെയുണ്ട്? നല്ല വഴി. അതെ, ഈ വഴി ഇച്ചിരി മോശമാണെങ്കിലും ഈ ബമ്പെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. 1 കിലോമീറ്റർ തയ്ച്ച് ഓടിക്കാൻ പറ്റിയല്ല. എത്ര ബമ്പാന്ന് നോക്കിയോ അല്ലേ. സവോള ഒരുക്കും കേട്ടോ അവര്. അതെ, തീരെ ചെറിയ സവോള. അത് മിക്കവാറും ഈ തോട്ടത്തിലെ ഇത് കഴിഞ്ഞിട്ട് തിരിയുടെ ലാസ്റ്റ് വരുന്നതായിരിക്കും തോന്നുന്നു. നമുക്കിനി എവിടെ ചെന്നിട്ട് എങ്ങോട്ടാ പോകണ്ടേ? എവിടെ? വിഞ്ചൂർ, ചിന്ത്വാഡ്, മാലഗാവ് നിന്ന് കഴിയുമ്പോൾ മറ്റേ ഹൈവേ, നാസിന്ന് വരുന്ന ഹൈവേയിലേക്ക് കയറും. അതുവരെ ഇങ്ങനെ ഇങ്ങനെ പോകണം. ഈ കോലാപ്പൂർ വഴിയുള്ള നമ്മൾ പോകുന്ന പൂനെക്കൊക്കെ പോകുന്ന വഴിയും പണ്ട് ഇതുപോലെ ആയിരുന്നു, ഇത്രയുള്ള റോഡായിരുന്നു. അയ്യോ എന്നാ ട്രാഫിക്കൊക്കെ ആയിരുന്നു അറിയോ. ഇപ്പോൾ 4 ലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ 4 ലൈനും കഴിഞ്ഞ് 6 ലൈൻ പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അല്ലേ ഇത് തുണിക്കട കേട്ടോ ഇതെല്ലാം. അവിടെ നെയ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. നെയ്യുന്നുണ്ടല്ലേ? സാരിയൊക്കെ നെയ്യുന്നുണ്ട്. സമയം ഉണ്ടായിരുന്നു നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാം. അതെ, നമ്മളവിടെ നിർത്താവുന്ന ചേട്ടാ ചോദിക്കുന്നേ. जालना में भी देखी आपकी गाड़ी, और आप फास्ट में थे, मैं रॉन्ग साइड था, तो इसकी वजह से मैं अभी भी रॉन्ग साइड था, मैं घूम के तुम्हारे लिए आया. കറങ്ങി ഇതിലേ വന്നായിരുന്നു നമ്മളെ കണ്ടോണ്ടേ. हिंदी नहीं आती? हिंदी थोड़ा थोड़ा मालूम है. समझा? आपका यूट्यूब आया चैनल हमेशा देखता है. हाँ, थैंक यू. यही लोकल है हम. इधर ये घर इधर ही. नहीं, हम छोटा गाँव है हमारा बीच में. हाँ हाँ हाँ. यहाँ पैठणी भी मिल जाए अच्छी. आपका नाम? देशमुख, अच्युत देशमुख. क्या? अच्युत देशमुख. देशमुख. ആ ഓക്കെ. ആ പുള്ളിക്കാരനെ നമ്മുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയതായിരുന്നു, എന്നിട്ട് അപ്പുറം പോയി തിരിച്ചു വന്നാ. അതന്നെയല്ല, ഞാൻ ഇച്ചിരി വിട്ടല്ലേ പോന്നെ, അതാ പുള്ളി പറഞ്ഞേ നല്ല സ്പീഡിലാ പോന്നത്. ഈ വഴിക്ക് എന്നാ പറയാ, 2-3 ട്രെയിലറെല്ലാം ഞാൻ ഓവർടേക്ക് ചെയ്തായിരുന്നു, അതെല്ലാം മുന്നേ കയറിപ്പോയി അവിടെ നിർത്തിയപ്പോ. ഈ വഴിയല്ലാവേ തിരക്കാൻ നോക്കി, ബൈക്കാരും കാറുകാരും ആ പട തിരക്കാം. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം അല്ലേ? ഇവിടുന്ന് ലെഫ്റ്റ് ആയിരിക്കും. ഇവിടെ നേരെ പോകുന്ന വഴിക്ക് ഒരു പാലം പോയി കിടക്കാന്നാ പറഞ്ഞേ. വണ്ടികളൊക്കെ ഇതിലാ പോകുന്നതെന്ന് നോക്കാം. എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞായിരിക്കും പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? അതെ അതെ. ഇപ്പം വിഞ്ചൂർ ലക്ഷ്യമാക്കി പോവാം. അതെ, വിഞ്ചൂർ, ചന്ദ്വാഡ്, മാലഗാവ്. നല്ല തിരക്കാ. ഇത് യവള ടൗണിലേക്ക് പോകുന്ന വഴി. യവള ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജ് യവള. ചെറിയൊരു ലേക്കാണല്ലോ, വെള്ളമൊക്കെ വളരെ കുറവാണ്. സവോളയുടെ സമയമല്ലേ? സവോള അല്ലെങ്കിലും സവോള എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ ഇപ്പം ഈ വേനൽ സമയം ആയതുകൊണ്ട് സവോളയുടെ സമയമാണെന്ന് തോന്നുന്നു. ഒരുപാട് ലോഡുകൾ പോകുന്ന കണ്ടില്ലായിരുന്നു. അതെ, ഇത് ചെറിയൊരു ഗോൾഡൻ ടെമ്പിൾ ആണല്ലോ. അതെ, നമ്മൾ മുന്തിരി വള്ളികളിൽ മുന്തിരിയൊക്കെ നിൽക്കുന്നതല്ലേ കണ്ടിട്ടുള്ളായിരുന്നു. പിന്നെ കടയിലിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ മുന്തിരിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്, നമുക്കിതൊന്ന് കാണാം.
ജസ്റ്റ് പെട്ടെന്ന് കണ്ടിട്ട് പോവാം. സമയമില്ല, എന്നാലും ഇത് കണ്ടപ്പോഴത്തേനും മെയിൻ ഡ്രൈവർ ഇറങ്ങാൻ സമ്മതിക്കല്ലോ. അതെ. അപ്പോൾ മുന്തിരി ഉണക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങിയോണ്ട് ആ ഒരു കാഴ്ച ഒന്നും കാണാൻ പറ്റിയില്ലേ. അപ്പോൾ ഇതുണ്ട്, ഇത് മുന്തിരി ഉണക്കാനായിട്ടിട്ടേക്ക് ഇതുണ്ടോ, തട്ടിൽ നെറ്റൊക്കെ അടിച്ചിട്ട് നെറ്റയിലിട്ടേക്കുക. അപ്പോൾ ഇതൊരു 5-6 ദിവസം ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് തോർന്ന് വരും. ഇതുണ്ടോ, ഇവിടെ നോക്കിയേ, ഇഷ്ടം പോലെ മുന്തിരി. ഇവിടെ ഒരു 6-7 ദിവസം ഇട്ട് ഇങ്ങനെ ഇത് വെള്ളം വലിഞ്ഞു കഴിയുമ്പം വെയിലത്തിടും. വെയിലത്തിട്ട് 2 ദിവസം നല്ല വെയിൽ കൊണ്ടാൽ നല്ല ഉണങ്ങുമെന്നാണ് പറഞ്ഞത്. മുഴുവൻ മുളയുടെ ഇത് തട്ടുണ്ടാക്കിയിട്ട് തട്ടയിൽ നെറ്റടിച്ച് ഇങ്ങനെ ഇട്ടേക്ക് കഴിയുമ്പോൾ അല്ല, ഇത് ഉണങ്ങിയതാണെന്ന് തോന്നുന്നു. അത് ഉണങ്ങിയതാ. എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ തരംതിരിക്കുന്നുണ്ടോ ഉണ്ടോ. ഇവിടെ ഇതേ മുന്തിരി അതെ തരംതിരിക്കുന്ന ഇതിനകത്ത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് തരംതിരിച്ചെടുക്കണം. ആ, ഇതേ ഓരോ സൈസായിരിക്കും, ഓരോ കളറ്. ആ അതെ. പിന്നെ ഉണങ്ങുന്നതനുസരിച്ച് കളർ മാറി മാറി വരുമല്ലോ. ഈ ഒരു പരുവാകുമ്പം അതിനകത്ത് നിന്ന് എടുത്ത് ഇവിടെ വെയിലത്തിടാൻ തുടങ്ങും. ഇതെല്ലാം കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി കുറവാട്ടോ ഇവിടെ, കൂടുതൽ ഈ പച്ചമുന്തിരിയുള്ളത്. അപ്പം മെയിൻ ഡ്രൈവർക്ക് കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങിയോണ്ട് കണ്ടോ. അതെ, അത് ശരിയാ. ഇല്ലെങ്കിൽ ഇത് കാണത്തില്ല. അവിടെ ഇരുന്ന് നോക്കിയോണ്ട് ഞാൻ അവിടെ ഇരുന്ന് വണ്ടി ഇരുന്നപ്പോൾ ഞാൻ കണ്ട് തട്ടിനകത്ത് ഇങ്ങനെ മുന്തിരി കിടക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു കൊല്ലം മുന്തിരിയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയ്യ താങ്ക്സ്. ആ ഇനിയും തരാമെന്ന് കേട്ടോ. ഇനി വേണോ? ആ വേണം, മേടിച്ചോ കുറച്ചുകൂടെ. ഒന്ന് കാപ്പി കുടിക്കാത്തതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പിന്നെ എടുത്ത് തന്നല്ലേ. അപ്പോൾ ഇരിക്കട്ടെ, നമുക്ക് കഴുകി വെച്ചാലേ. ആ കഴുകി വെച്ചിട്ട് ഇടയ്ക്ക് കഴിക്കാം. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ മുന്തിരിത്തോട്ടം ഉണ്ട് കേട്ടോ. കറുത്ത മുന്തിരി കുറവാ, പച്ചമുന്തിരിയോ മുന്തിരിയോ കൂടുതലും. ഇതുകൊണ്ട് ഇതിന്റെ പച്ചയല്ലേ, ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടേ, അതിന്റെ ഒരുമാതിരി ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് പോലത്തെ ഇല. ആണല്ലേ കറുത്ത മുന്തിരിയുടെ ആണോ? ആ അതറിയില്ല. ഇതുകൊണ്ട് ഇവിടെ സവാള ലോഡ് കയറ്റുന്നുണ്ടോ? ആ ലോഡ് കയറ്റുന്നതല്ല കേട്ടോ. അതെന്നറിയോ, ആ ട്രെയിലറിന്റെ മുകളിൽ വേറെ ലോഡിന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് വന്നാ അവിടെ അത് കെട്ടായി താഴെ പോയാ. ഇതാ വിഞ്ചൂരല്ലേ? ഇത് വിഞ്ചൂർ എന്ന് പറഞ്ഞാൽ നമ്മള് ബൈപ്പാസ് വലിക്കുന്ന വന്നിട്ട് വിഞ്ചൂര് ഈ റൈറ്റ് സൈഡിലോട്ടുള്ള ടൗണാ വിഞ്ചൂര്. റൈറ്റ് സൈഡ് നമ്മൾ അവിടെ തൊട്ടേ റൈറ്റ് സൈഡ് വിഞ്ചൂരാ. രണ്ടുപേരും എവിടെ നിൽക്കുന്നേ? 2 കൃഷിക്കാരെ ഉണ്ടോ, ഭാര്യയും ഭർത്താവും നിൽക്കുന്നേ. ഗോതമ്പൊക്കെ കൊയ്യാറായി നിൽക്കുന്നു. മുന്തിരിയൊക്കെ പൊതിഞ്ഞിട്ടേക്കുന്നു. അത് ശരിയാണല്ലോ, നമ്മള് പാവയ്ക്ക പൊതിഞ്ഞിടുകയല്ലേ എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെയൊക്കെ മുന്തിരി ഉണങ്ങുന്ന കേട്ടോ ഷെഡുകളാ, ഒരുപാട് ഷെഡുകളുണ്ട്. ആ ഒത്തിരി എണ്ണമുണ്ട്. നമ്മളെ ചിക്കബല്ലാപ്പൂരൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ മുന്തിരിത്തോട്ടം ഇഷ്ടം പോലെ. പക്ഷെ അതിലും കൂടുതലുണ്ട് ഇവിടെ. അതിലും കൂടുതലുണ്ട്. മുന്തിരിയുടെ ഏരിയയാ. ആ കാണുന്ന ഒരു സവോള ഷെഡാ, ഗോഡൗൺ. അതുകൊണ്ടാ നല്ല തോട്ടം. ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം സവോളയാണ് നിൽക്കുന്നത്. ഈ വഴിയിലും നല്ല തിരക്കുണ്ടല്ലോ. ഈ വഴിയിലും തിരക്കുണ്ട്. മരങ്ങൾ കണ്ടോ റോഡിലോട്ടോ നിൽക്കുന്നല്ലേ, നല്ല തണുപ്പും തണലും. ഇതൊക്കെ വലിയ റോഡ് വരുമ്പോൾ ഇതെല്ലാം പോകും. ഇവിടെ ഒന്നും ഉടനെ എങ്ങും വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതെ കണ്ടോ, ചെറിയ ട്രാക്ടർ ഉണ്ടോ. ആ ഇതെല്ലാം പുളിമരോ കേട്ടോ. അപ്പം ഇത് ലാസൽഗാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയൊക്കെ സവോള ലോഡ് കയറ്റാൻ വരുന്ന വണ്ടികൾ. ഇവിടെ എല്ലാം മാർക്കറ്റുകളുണ്ട്, ഉള്ളി മാർക്കറ്റുകളുണ്ട് ഇവിടെ എല്ലാം. പിന്നെ ഇപ്പോൾ തോട്ടത്തിൽ നിന്നും കയറ്റും. ഈ റൈറ്റ് സൈഡിലാണ് ലാസൽഗാവ് ബസ് സ്റ്റാൻഡ്. ബസ് സ്ഥാനക്. ഒത്തിരി ആൾക്കാരും ഉണ്ടല്ലോ, ബസ് കുറവാണ്. ഒരു മന്ദിറാന്ന് തോന്നുന്നല്ലേ. ഒരു മന്ദിറാണ്. ഇവിടെയൊക്കെ ഫ്ലൈ ഓവർ ഉണ്ടെങ്കിൽ അല്ലേ, ഫ്ലൈ ഓവറൊക്കെ ആവും നല്ല താമസിക്കാതെ. വഴി വരുമ്പം ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള വഴിയാണ് ഇങ്ങനെ. അത് തന്നെയല്ല, ഇതിലെ വണ്ടി വരുന്നത് എന്നാണെന്നറിയാം, ഇതൊരു മെയിൻ അപ്പുറം ഒരു പാലം പോയി കിടക്കുന്നുണ്ടോ ഈ വണ്ടികളെല്ലാം ഇതിലേ വരുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തോടെ നമ്മൾ നേരെ പോയേനെ. ഉണ്ടോ എന്ത് ലോറികളാന്ന് നോക്കിയേ, അതിലെ വേറെ വണ്ടികളെല്ലാം ഇതിലേ വരുന്നത് ഇപ്പം. ഈ വഴിയിൽ ഇത്രയും തിരക്ക്. അതാ തിരക്ക്, ആ വഴി പോയി കിടക്കുന്നുണ്ട് അല്ലേ, പാലം പോയി കിടക്കുന്നുണ്ട്. ഇപ്പൊ സൗകര്യമായല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ മുന്തിരി എടുത്ത് കഴിക്കാം, വിശക്കുകയില്ല. അപ്പൊ അവരൊക്കെയാലും മുന്തിരി തന്നാ നന്നായി. അപ്പൊ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ മുന്തിരി എടുത്ത് കഴിച്ചു കേട്ടോ. വേറെ നമ്മള് മേടിക്കാൻ നിർത്തി അവിടെ നിർത്തുന്ന സ്ഥലവും ഇല്ല. ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു, അവിടെ എല്ലാം
ഇവിടെ സ്ഥലമില്ല. ആത്തപ്പഴമൊക്കെ ഇച്ചിരി മേടിക്കണമെന്നുണ്ടായിരുന്നു. നല്ല ആത്തപ്പഴമായിരുന്നു കണ്ടിട്ട്. അങ്ങോട്ട് കാണും, മുന്നോട്ട് കാണും. സവോളയുടെ ഗോഡൗൺ ഒത്തിരി ഉണ്ട്. ഒരുപാടുണ്ട്. സവോളയുടെ കേന്ദ്രമല്ലേ നാസിക്, പൂന, അഹമ്മദ്, ഔറംഗാബാദ് സൈഡല്ലാതെ. ഇത് വഴിയുടെ വീതി കുറഞ്ഞു വരുവാണല്ലോ. അതെ. ഇതിലേക്ക് വരുമ്പോഴേ ഈ മഹാരാഷ്ട്രയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ 2015 കരാടിൽ നമ്മുടെ ഒരു ലൈലൻഡ് വണ്ടി ഒരു 4 വണ്ടി എടുത്ത് അവിടെ ബോഡി ചെയ്തായിരുന്നു. അന്നേരം ഞാൻ കുറച്ചാൾ ഈ ബോഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കരാട് വന്ന് നിന്നായിരുന്നേ. കരാടിന് ശാല ഉള്ളിലോട്ട് കയറി ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് ഈ ബോഡി വർക്ക്ഷോപ്പ് അവിടെ ആയിരുന്നു. അപ്പം അവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പാട്ടീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി ഇങ്ങനെ മിക്കവാറും വന്ന് വർക്ക്ഷോപ്പിൽ വന്ന് നിൽക്കും, അവിടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞു നമുക്ക് ഇന്ന് അപ്പോൾ റൂം എടുത്തേക്കാം അവിടെ, നമുക്കിന്ന് വീട്ടിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, പുള്ളി എന്നെ കൊണ്ടേ പോവുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വെളിയൊരു ഹോട്ടലിൽ പോയി കഴിച്ചു, അവിടെ നിന്നും കഴിക്കുന്ന കടയിൽ നിന്ന്. എന്നിട്ട് പുള്ളി എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. പിന്നെ ഞാനും ഓർത്തു മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് പോയി ഒരു ദിവസം തങ്ങാം, നോക്കാം എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ. പോയിട്ടുമില്ലല്ലോ. അങ്ങനെ കൃഷിക്കാരുടെ വീടുകളൊക്കെ എങ്ങനെയാണെന്നറിയാമല്ലോ. അങ്ങനെ പോയി. പിന്നെ അപ്പം വീട്ടിൽ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. വീട് ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബൈക്കല്ല വന്നത്, ബൈക്കല്ല ഞങ്ങളുടെ എൻ്റെ കൂടെ പോയി. ശകലം കൃഷി സ്ഥലത്ത് കുറച്ച് ഉള്ളിലാണ് വീടിനകത്ത്. അപ്പം ഞങ്ങൾ രണ്ടും വന്നിട്ട് പുള്ളിക്ക് ഒരു ഭാര്യയും മകളും ഒരു മോനും ഉള്ളത്. ഞങ്ങൾ എന്നിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് വൈകിട്ട് കിടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അപ്പം വെളിയിൽ 2 കട്ടിലിട്ടിട്ടുണ്ട്, മറ്റേ കയറ് കെട്ടിയേക്കുന്ന കട്ടിൽ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞ് ഒരു കട്ടിലെ പുള്ളിയും കിടന്നു, ഒരു കട്ടിലെ ഞാനും കിടന്നു. എന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് തന്നു. അപ്പം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളൊക്കെ എണ്ണി അന്നൊരു രാത്രി അവിടെ കിടന്നു. അതൊരു രസമാണ്. പക്ഷെ നമ്മളങ്ങനെ കിടന്നിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, രാത്രി കുറച്ചു നേരം പുള്ളിയോട് വർത്താനം പറഞ്ഞ് പിന്നെ നക്ഷത്രങ്ങളോടൊക്കെ ചിരിച്ചു കാണിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം കിടക്കുന്ന രസമല്ലേ. എന്നിട്ട് പിന്നെ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്ക്ഷോപ്പിലോട്ടും പോന്നു. പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിക്കും, ഭയങ്കര സ്നേഹമാണേ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിക്കും. ഇതുപോലത്തെ ഒരു മല കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞേ ചേനയുടെ ഷേപ്പിലാന്ന് പറഞ്ഞേ. ഈ മന്മേട് മാലകാവ് സൈഡിലുള്ള ഇതുപോലുള്ള മലകളുണ്ട് ഇവിടെ. മന്മാട് സൈഡാണ് കൂടുതലും. ഒരു പച്ചിലത്തുമ്പ് പോലും ഇല്ല മലയിലൊന്നും നോക്കി. വെയിലല്ലേ, എല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. മഴ പെയ്യുമ്പോൾ ഇനിയും പുല്ലൊക്കെ കിളക്കും. നേരം നല്ല പച്ചപ്പായിരിക്കും. ദൂലെ ലെഫ്റ്റിലേക്ക് 92, ചാലീസ്ഗാവ് 91 റൈറ്റിലേക്ക്, മന്മാട് 23 അത് റൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ചാന്ത്വാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കിനി മാലഗാവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. മാലഗാവ് ദുലൈ ഇച്ചിരി വലിയ റോഡാണ് കേട്ടോ. നമ്മളിപ്പോഴേ ഈ വഴിക്കായിരുന്നു നമ്മൾ വരേണ്ടത്. ആ വഴി അവിടെ പാലം പോയിട്ട് വഴി ബ്ലോക്കാന്ന് പറഞ്ഞു. ചുറ്റിട്ട് ഇറങ്ങി ഇതുവഴി ഇത് നല്ല അടിപൊളി വഴിയല്ലേ. ഇത് നല്ല വഴിയാ. ഇതുവഴി നമ്മൾ വന്നിട്ട് ഒത്തിരി നാളായല്ലോ. ഇതുവഴി വന്നിട്ട് ഒത്തിരി നാളായി. ഒരു 1.5 വർഷമെങ്കിലും ആയിക്കോ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് മാലഗാവ് പോകണം അല്ലേ. മാലഗാവ്. അതെ, മാലഗാവ് 40 കിലോമീറ്റർ. ഇപ്പോഴേ നാസിക്കിൽ വരുന്ന ഹൈവേയിൽ വന്ന് കയറി, 4 ലൈനിൽ വന്ന് കയറി. ഇപ്പൊ നല്ല അടിപൊളി വഴിയാണ്. അടിപൊളി വഴിയാ. കണ്ടോ ഈ മലയുടെ അടുത്തേക്ക് വന്നു നമ്മള്. മുമ്പേ അങ്ങ് ദൂരെയായിരുന്നു കാണുന്നത്. ഈ മലയുടെ താഴ്വാരത്തോടെയാ പോകുന്നത്. അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോടി കൂടെ ഇങ്ങനെ കറങ്ങി അങ്ങ് പോകും. ഇവിടെ ഒരു ധാബ കാണുന്നുണ്ട്, നമുക്ക് ഇവിടെ കഴിച്ചിട്ട് പോകാലോ. കഴിച്ചേക്കാം. ഒരുപാട് ഫാൻസുകാരെല്ലാം വന്നു. എൻ്റെ ഫാനാന്നാ പറഞ്ഞേ ആ പയ്യൻ പുള്ളി പറഞ്ഞേ. അതെ, കുറേ പഞ്ചാബ്. आपका नाम? संकेत. संगीत. संकेत. संगीत. संकेत. അവരെല്ലാം വണ്ടി നിർത്തിയപ്പോഴത്തേനും കാണാൻ വേണ്ടി വന്നാ. ഇതരേ घर इधर है. എല്ലാരും ഇവിടെ ഉള്ളവർ തന്നെ. ഇവർക്ക് വണ്ടിയുള്ള അതല്ലേ, അതൊക്കെ ഇവരുടെ വണ്ടിയാണ്. ക്ഷേത്രത്തിലെ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ തന്തൂരി റൊട്ടിയൊന്നുമില്ല, അല്ല തവാ റൊട്ടിയൊന്നുമില്ല, തന്തൂരി റൊട്ടിയേ ഉള്ളൂ. അപ്പോൾ തന്തൂരി റൊട്ടിയും
ചനാ മസാലയും പിന്നെ ഏതാണ്ട് ഒരു കറിയും കൂടെ പറഞ്ഞില്ലേ എന്നാ ബേഗൻ മസാല. ബേഗൻ മസാല വരുന്നേ ഉള്ളൂ അല്ലേ? ആ നമുക്ക് കഴിച്ചേക്കാം. തപ്പിടി നെയ്യ് കേട്ടോ ഉണ്ടോ? അതെ നെയ്യല്ലേ എണ്ണയാണ്. ആ ഞാനത് ഈ സ്പൂണിൽ കോരി ഇട്ട പോലെ കിടക്കുന്നു സൈഡിൽ. എണ്ണ ബേഗൻ മസാല അതിനകത്ത് എണ്ണ ഉണ്ടോ? അതേപടിയാണ് ഇട്ടേക്കുന്നത്. അതെ അതിൻ്റെ അകത്ത് എണ്ണ ഉണ്ടോ? ഇതാണ് പ്രശ്നം, ഈ എണ്ണയാണ് നമുക്ക് പ്രശ്നം. അവരങ്ങോട്ടങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാ ഇവിടുത്തെ ലോറി കയറിയല്ലേ ഇവിടുന്ന് പോകുന്നേ. ഞാൻ പറഞ്ഞു ഞങ്ങൾ 3-4 പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. 3-4 പേരുണ്ടോ? 3 പേരുണ്ടല്ലോ. ആ ഇവർക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ടാറ്റയൊക്കെ. അതെ ഗാർഡ് സെക്ഷൻ സ്റ്റാർട്ട്സ് ഹിയർ, ചെക്ക് യുവർ ബ്രേക്സ്. ബ്രേക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതായത് അവിടെ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകണം. ഗാർഡ് സ്റ്റാർട്ട് ആകുകയെന്ന് അവിടെ എഴുതി വെച്ചിരുന്നത്. ഈ ഗാർഡ് നിർത്തിയിട്ട് ചവിട്ടി എങ്ങനെ ബ്രേക്ക് ചെക്ക് പിന്നെ ഒന്നേന്ന് തുടങ്ങണമല്ലോ. ഇപ്പോൾ ചാന്തോട് എത്തി നമ്മൾ 4 ലൈനിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചാബ് യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.